ജെൻറൽ പാരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടാം എന്നുള്ളതായിരിക്കും. പക്ഷേ ശരിക്കും അതല്ല. കീപ്പ് ചെയ്യേണ്ട ബൗണ്ടറീസ് സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം. പക്ഷേ ഈ ബൗണ്ടറീസ് കീപ്പ് ചെയ്യുമ്പോൾ എഗെയിൻ അവിടെ വരുന്നൊരു പ്രശ്നം, കുട്ടികൾക്ക് ചിലപ്പോൾ പേരൻസ് ആയിട്ടുള്ള കണക്റ്റ് അതിൽ പോകാൻ ചാൻസ് ഉണ്ട്. സോ ഈ കണക്റ്റ് അവിടെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ബൗണ്ടറീസ് നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്യുക, അതിന് പറ്റുന്ന കുറച്ച് സ്ട്രാറ്റജീസ് പേരൻസിന് വേണ്ടി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. സോ I probably would not agree with ഒരു ചെറിയ കാര്യം. നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പം ദാറ്റ് ഡസ് നോട്ട് മീൻ ദറ്റ് വി ആർ ലൂസിങ് കണക്ഷൻ. അത് അല്ല. ആസ് എ പേരൻറ്റ് വി ആർ സപ്പോസ് ടു കീപ് ബൗണ്ടറീസ് ബിക്കോസ് നമ്മൾ പേരൻസ് ആണ്. വി ആർ നോട്ട് ഫ്രണ്ട്സ് ഓഫ് ദ ചൈൽഡ്. നമ്മൾ കുട്ടികളുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരല്ല. നോ, നമ്മളുടെ ബ്രെയിൻ ഈസ് മച്ച് മോർ ഡെവലപ്ഡ് ദാൻ ദെം. സോ ദർ ഇസ് എ റീസൺ വൈ വി ആർ പേരൻസ്. അപ്പോൾ പേരൻസിന് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. ആൻഡ് ദാറ്റ് ഓൾസോ ഹാസ് ടു ഹാപ്പൻ ഫ്രം ചൈൽഡ്ഹുഡ്. കാരണം ചെറിയ പ്രായം മുതലേ എല്ലാ സാധനവും പറയുന്നതെല്ലാം ചെയ്തു കൊടുത്ത്, വാശി പിടിക്കുന്ന സമയത്തൊക്കെ ചെയ്തു കൊടുത്തിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് തിരിയാൻ പറ്റില്ല. ദാറ്റ് ഡസൻറ്റ് ഹാപ്പൻ. അപ്പം നമുക്ക് ആദ്യം മുതലേ ചെറിയ പ്രായത്തിലെ ചില കാര്യങ്ങൾ ഓക്കെ ഈ ഒരു കാര്യം നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, വി ക്യാൻ ഡു ഇറ്റ് ലേറ്റർ. അപ്പോൾ ആ ബൗണ്ടറീസ് ഷുഡ് ബി സെറ്റ് ഫ്രം ദ ബിഗിനിങ്, ഇൻക്ലൂഡിങ് ബൗണ്ടറീസ് അറൗണ്ട് ഫോൺ യൂസ്. ബിക്കോസ് ദിസ് ഇസ് വൺ ഓഫ് ദ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബാക്കി എല്ലാത്തിലും ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കുറേ ഞാൻ കാണാത്തത് എന്താണെന്ന് വെച്ചാൽ ഫോൺ യൂസിൻ്റെ ആ ഒരു ബൗണ്ടറീസ്. ചെറിയ ചെറിയ കുട്ടികൾ വരുന്നുണ്ട് ഹു ഹാവ് ബീൻ യൂസിങ് ദ ഫോൺ. അതും ഫോൺ ഉപയോഗിക്കുന്നത് പേരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവും, കുട്ടീൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും. കുട്ടി എന്താ കാണുന്നത്? യൂട്യൂബിൽ ഷോർട്സ്, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ്, ആൾക്കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർ, അങ്ങനത്തെ കളവ് പോകുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് കുട്ടികൾ കാണുന്നത്. അവരെന്താ കാണുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. സോ ഈ ഒരു കാര്യത്തിൽ പേരൻസിന് നല്ലോണം ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, കഴിവുള്ള ആൾക്കാരാണെങ്കിൽ ഫോൺ മാറ്റിയിട്ട് ഓക്കെ ടി വിയിൽ കണ്ടോ, അതാകുമ്പോൾ നമുക്കറിയാം എന്താ കുട്ടി കാണുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ചെറിയ കുട്ടികളാകുമ്പം കുട്ടികൾ ഇരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പേരൻസിന് ഇരിക്കാം. കുറച്ചും കൂടെ വലുതാകുമ്പോൾ നമുക്ക് ഈ ബൗണ്ടറീസ് റിലാക്സ് ചെയ്യേണ്ടി വരും. ആ റിലാക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് ഒരു 2% മാത്രമാണ്. ഒരാളുടെ ലൈഫിൽ നടക്കുന്ന 2% ആണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. ബാക്കി 98% അവരുടെ ഉള്ളിൽ നടക്കുന്ന ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. വി ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. അതൊന്ന്. സോ നോ കമ്പാരിസൺ. കുട്ടികൾ തന്നെ കമ്പയർ ചെയ്യും. ആ കുട്ടിക്ക് അത്രയുണ്ട്, ഈ കുട്ടിക്ക് ഇത്രയുണ്ട്, അത്ര തന്നെ അവർ കമ്പയർ ചെയ്യും. സോ ദാറ്റ് ഈസ് വൺ തിങ്. സെക്കൻഡ് തിങ് ഇസ്, കുറേ കുട്ടികളെ കിട്ടുന്നതുകൊണ്ട് പറയുന്നതാണ്, ബി വെരി അവെയർ ഓഫ് സൈബർ ബുള്ളിങ്. ട്രോൾ ചെയ്യുന്നത്, നെഗറ്റീവ് കമൻറ്റ്സ് പാസ് ചെയ്യുന്നത്, കുട്ടികളെ ട്രാപ്പ് ചെയ്യുന്നത്, അഡൾട്ട്സ് കുട്ടികളോട് എന്ന് വെച്ചാൽ ടീനേജ് കുട്ടികളോട് സംസാരിച്ച് അവരെ ഒരു സെക്ഷുവൽ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്, ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ നടക്കുന്നുണ്ട്. സോ യു ഹാവ് ടു ബി കെയർഫുൾ. ആരോടൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ തല ഉപയോഗിച്ച് ചെയ്യണം. ഇതിനുള്ളൊരു സ്പേസ് പേരൻസ് ഡയലോഗ് തുടങ്ങിയാലേ കുട്ടികൾ തിരിച്ച് സംസാരിക്കുള്ളൂ. അതും വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്. നീ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവുന്ന ജഡ്ജ്മെൻറ്റോടെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്. ഈ സ്പേസ് ഓപ്പൺ സ്പേസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ നിനക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ഞാനും ഇതേപോലെ ജഡ്ജ്മെൻറ്റ് ഇല്ലാണ്ട് കേൾക്കാം എന്നുള്ളൊരു സ്റ്റേറ്റിൽ വേണം നമ്മൾ പോകാൻ.